ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലം കുട്ടമ്പുഴ ക്രാച്ചേരി ഫോറസ്റ്റിനുള്ളിലാണ്. നമ്മുടെ തൃപ്പൂണിത്തുറ നിന്നും ഏകദേശം ഒരു 70 കിലോമീറ്ററോളം ഉണ്ട് ഈ സ്ഥലത്തേക്ക്. ഞങ്ങൾ ബൈക്കിനാണ് യാത്ര ചെയ്തത്. 2 മണിക്കൂറോളം എടുത്ത് ഇവിടെ എത്താനായിട്ട്. മോർണിംഗ് ടൈമാണ്, തണുത്ത കാലാവസ്ഥയാണ്. അത് വെയിൽ വന്നെങ്കിലും നമുക്ക് ആ വെയിലിൻ്റെ ചൂട് നമുക്ക് കിട്ടുന്നില്ല. കാരണം വെച്ചാൽ ആ ഒരു നല്ല തണുപ്പ് ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒത്തിരി നടന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട്. മലയണ്ണൻ, അതുപോലെ മാക്കച്ചിക്കാട എന്ന് പറഞ്ഞൊരു കിളിയുണ്ട്, അതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. മൈന എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള മൈനല്ല, അത് വേറൊരു കുറച്ചും കൂടി അതിൻ്റെ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട് ഈ മൈനയ്ക്ക്. അല്ല, ഇവിടെ ഒരു ആദിവാസി കൂട്ടിലുണ്ട്, അവിടെ അത് ഞാൻ കാണിച്ചു തരാം. ആനയൊക്കെ ഉള്ള ഒരു ഏരിയയാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നത്തെ യാത്രയിൽ നമ്മൾ ആനേനൊന്നും കണ്ടില്ല, എന്നാൽ പോലും കുറച്ച് ബേഡ്സിനെ കണ്ടിട്ട്. പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങൾ, പുലിമുരുകൻ എന്നുള്ള സിനിമ കുറച്ച് ഭാഗങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ആ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഫുള്ള് കാണുക. കിടിലൻ പ്ലേസാണ്. സ്ഥലത്തൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലാലേട്ടൻ്റെ പുലിമുരുകൻ എന്ന സിനിമയിലെ കുറേ ഭാഗങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് എനിക്ക് അല്ലേ, 2 സൈഡും ഇങ്ങനെ അടിപൊളിയല്ലേ. സൂപ്പർ സ്ഥലമാണ് കേട്ടോ, അതൊന്നും പറയാനില്ല. അല്ല, കിട്ടില്ല പ്ലേസാണ്. പിന്നെ ഇവിടെ അവർ എനിക്കൊന്ന് തീ കായാനായിട്ട് സെറ്റപ്പ് ചെയ്തേക്കണമെന്ന് തോന്നുന്നു. ഈ ഒരു സംഭവങ്ങളൊക്കെ അല്ലേ, കുറച്ച് വിറകുകളൊക്കെ കത്തിച്ച് ചാരോ കിടക്കുന്നുണ്ട് തീ കായാൻ വേണ്ടിയാണ് കേട്ടോ. ഇവിടെ നോക്കിക്കാണാം, ആ ഒരു ഏരിയ ആയിട്ടാണ് ഒരു ആദിവാസി സംതിങ് ഒരു ചെറിയൊരു ടെൻറ്റ് പോലെ അവർ കെട്ടിയിട്ടുണ്ട്. ഇവിടെ 3-4 പേര് താമസിക്കുന്നുണ്ട്. അവർക്കിപ്പോൾ കുറച്ച് മുമ്പ് വിറക് വെട്ടാനായിട്ട് കാട്ടിലേക്ക് പോയിരിക്കുകയാണ്. കൂടി യാത്ര ചെയ്യണം. ആനകളൊക്കെ ഉള്ള കാട് തന്നെയാണ്. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഇവിടെ കണ്ടിട്ടില്ലെന്നാണ് പറയണത്. പക്ഷെ എന്നാലും ഒന്നും പറയാൻ പറ്റില്ല, എപ്പോഴാണ് ചിലപ്പോൾ ഇതിനെ കാണാൻ പറ്റിയെന്ന് പറയാൻ പറ്റില്ല. ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ കാണും. രാത്രിയാണ് ഇവിടെ ഉള്ളത്. മരുമങ്ങ കണ്ടോ, അങ്ങനെ പുഷ്പം ചവിട്ടി കൂട്ടിയിട്ടുണ്ട്.
നേരെ നടപ്പ് തുടങ്ങിയിട്ട് അങ്ങനെ നടന്ന് ഇപ്പോൾ ഏകദേശം ഒരു 5-6 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ഇവിടെ ക്നാച്ചേരി തന്നെ ഒരു അമ്പലമുണ്ട്, ദുർഗാദേവിയുടെ അമ്പലമാണ്. അപ്പോൾ വനത്തിൻ്റെ അകത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അമ്പലം ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഭയങ്കര രസമുണ്ട്. ഇവിടെ മാർച്ച് ഫെബ്രുവരി ആ ഒരു മാസമെന്നാണ് എനിക്ക് ഇവിടുത്തെ ഉത്സവത്തിന് എന്തോ പ്രത്യേകതയൊക്കെ ഉണ്ടെന്നാണ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞത്.